പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയതും ഗൗരവതരവുമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. പാക് സൈനിക താവളത്തിൽ അതിശക്തമായ ഭീകരാക്രമണവും സ്ഫോടനവും നടന്നിരിക്കുന്നു. സുരക്ഷാ വീഴ്ചകളുടെ പരമ്പരകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന പാകിസ്ഥാനിൽ ഭരണകൂടത്തെയും സൈന്യത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഈ സംഭവം. ഖൈബർ പക്തുൻഖ പ്രവിശ്യയിലെ ബജൌർ മേഖലയിലുള്ള പ്രധാന സൈനിക ക്യാമ്പിന് നേരെയാണ് വൻ ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് 15 പാകിസ്ഥാൻ സൈനികർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ മരണസംഖ്യ ഇനിയും കുതിച്ചുയരാനാണ് സാധ്യത. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ഭീകരരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ക്യാമ്പിന്റെ അതിർത്തി മതിലിന് സമീപം അതിശക്തമായിട്ടുള്ള ഒരു സ്ഫോടനം നടത്തിക്കൊണ്ടാണ് ഇവർ ആക്രമണം തുടങ്ങിയത്. ഇതിന് പിന്നാലെ മാരകായുധങ്ങളുമായി എത്തിയ ഭീകര സംഘം ക്യാമ്പിനുള്ളിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ കാണുന്നവരെയെല്ലാം തന്നെ തുരുതുരാ വെടിവെക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ നിരോധിത ഭീകര സംഘടനയായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. TTPയുടെ പ്രത്യേക സായുധ വിഭാഗമായ സ്പെഷ്യൽ ഇസ്തിഷഹാദി ഫോഴ്സ് ആണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് അവരുടെ പ്രഖ്യാപനം. 2025 ഒക്ടോബറിന് ശേഷം ആദ്യമായിട്ടാണ് TTP ഒരു വലിയ ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നത്. അടുത്ത കാലത്തായി വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ TTP തങ്ങളുടെ സായുധ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വ്യാപിപ്പിച്ചിരുന്നു. ഭീകരവാദത്തെ ഭരണകൂട നയമായി കൊണ്ടു നടക്കുന്ന പാകിസ്ഥാന് അതെങ്ങനെ വലിയൊരു തിരിച്ചടിയാകുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ളയും ഒടുവിലത്തെയും ഉദാഹരണമാണിത്. അയൽ രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ തീവ്രവാദികളെ പോറ്റി വളർത്തിയ പാക് സൈന്യത്തിന് ഇന്ന് സ്വന്തം സൈനിക താവളങ്ങൾക്ക് പോലും കാവലൊരുക്കാൻ കഴിയുന്നില്ല. ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പൂർണ്ണമായ പരാജയത്തെ കൂടിയാണ് തുറന്നു കാട്ടുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തിന് സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെ സമാന്തര സൈന്യമായി വളരുന്ന ഇത്തരം ഭീകര സംഘടനകളെ നേരിടാൻ ശേഷിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ ഒരു ആക്രമണം വിരൽ ചൂണ്ടുന്നത്. ഇത് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ പാകിസ്ഥാനിൽ നടന്ന 3ാമത്തെ ഭീകരാക്രമണമാണ് എന്ന് പറയുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് എത്രത്തോളം ദുർബലമാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. പാകിസ്ഥാൻ സൈനിക നേതൃത്വം ഈ നിമിഷം വരെ ഈ ആക്രമണത്തെക്കുറിച്ചോ ആൾനാശത്തെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക പ്രസ്താവനയും പുറത്താക്കിയിട്ടില്ല എന്നത് അവരുടെ ജാലതയാണ് തുറന്നു കാട്ടുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും എത്ര ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് നോക്കിയിരിക്കുകയായിരിക്കും. എന്നിട്ട് ഒടുവിൽ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഒരു ഒറ്റ പ്രസ്താവന ഇറക്കിയാൽ മതിയല്ലോ എന്ന മട്ടിലിരിക്കുകയായിരിക്കും. അറിയില്ല. സൈനിക നടപടികൾ ക്യാമ്പിൽ ഇപ്പോഴും തുടർന്നു വരികയാണ് എന്നാണ് സൂചന. സ്വന്തം മണ്ണിൽ വളർത്തിയെടുത്ത ഭീകരവാദം തന്നെ തിരിഞ്ഞുകൊത്തുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കുന്ന പാക് ഭരണകൂടത്തിനെയാണ് ഈ വാർത്ത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് ലഭ്യമാകുന്നതേ ഉള്ളൂ. വരും മണിക്കൂറുകളിൽ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.